So hello everyone and good evening to this new session. So നമ്മൾ ഇന്നലെ പോയത് നമ്മുടെ റിവർ സിസ്റ്റം പോയായിരുന്നു. ഇതിന്റെ ഇന്നലത്തെ പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് പോകുന്നത്. സോ ഇന്നലത്തെ പോലെ അത്ര ലെങ്തി ആയിരിക്കത്തില്ല വീഡിയോ. കാരണം ഇന്നലെ നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള 3 ഹിമാലയൻ റിവേഴ്സിനെ പറ്റിയാണ്. ഏതൊക്കെയാ? ഗംഗ, ബ്രഹ്മപുത്ര ആൻഡ് ഇൻഡസ്. പിന്നെ അവരുടെ ട്രിബ്യൂട്ടറീസ് കുറച്ചുണ്ടായിരുന്നു. അത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുണ്ടായിരുന്നത് അല്ലേ? സോ ഇപ്പോൾ ഗംഗയും അത് അത്രയും വാസ്റ്റ് ടോപ്പിക് കാണുമ്പോൾ 3 റിവേഴ്സേ ഉള്ളൂ. പക്ഷേ അത്യാവശ്യം കുറച്ച് സാധനം ഉള്ളതുകൊണ്ട് ഇന്നലത്തെ വീഡിയോ വെച്ച് ഇന്ന് നോക്കുമ്പോൾ ഇന്നലത്തെ വീഡിയോ എന്തായിരിക്കും? കുറച്ച് ലെങ്തി തന്നെ ആയിരിക്കും. ഇന്ന് അത്യാവശ്യം വളരെ കുറവായിരിക്കും. കാരണം നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അധികം ഒന്നും പഠിക്കില്ല എന്നല്ല, പഠിക്കുക ഉണ്ട്. ബട്ട് മാപ്പ് വെച്ച് നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് കൊണ്ട് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. ഓക്കെ, സോ വീണ്ടും പറയണ റെക്കോർഡ് സെഷൻ ആയതുകൊണ്ട് ഉത്തരം പറഞ്ഞ് ഇപ്പോൾ എന്തെങ്കിലും ഞാൻ വിട്ടുപോവുകയാണെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ ആരും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സ്റ്റക്ക് ആണെങ്കിൽ ഉറപ്പായിട്ട് നോട്ട് നോക്കുന്നതായിരിക്കും. സോ ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? തുടങ്ങാം. നമുക്ക് നമ്മുടെ സെഷനിലോട്ട് മൂവ് ഓൺ ചെയ്യാം. സോ ഇന്ന് പാർട്ട് 2 ആണ് ഇന്ത്യൻ റിവർ സിസ്റ്റത്തിൻ്റെ. നമ്മൾ നോക്കാൻ പോകുന്ന പെനിൻസുല റിവേഴ്സ് ആണ് അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു ഇന്ത്യ 2 റിവർ സിസ്റ്റമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഹിമാലയൻ റിവേഴ്സ് അല്ലെങ്കിൽ പെരീനിയൻ റിവേഴ്സ് ആൻഡ് പെനിൻസുല റിവേഴ്സ് അല്ലേ? ഇപ്പോൾ സോ പെനിൻസുല റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ എല്ലാം പഠിക്കാനുള്ള സമയവും എല്ലാം ഓർത്തിരിക്കാനുള്ള അല്ലെങ്കിൽ റീകോൾ ചെയ്യാൻ പറ്റുന്ന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റത്തില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കുറച്ച് പേര് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പെനിൻസുലർ റിവേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ താഴത്തെ ഭാഗമാണല്ലോ ഇത്. ഇന്ത്യയുടെ താഴത്തെ ഭാഗം നമുക്കറിയാം. ഈ സൈഡ് ബേ ഓഫ് ബംഗാളാണ്, ഈ സൈഡ് അറേബ്യൻ സീ ആണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, 2 ബ്രാഞ്ച് ഒന്നെങ്കിൽ ഇങ്ങോട്ട് ഒഴുകും, ഈസ്റ്റ് ഫ്ലോയിങ് ആയിരിക്കും, അല്ലെങ്കിൽ വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആയിരിക്കും. ഈസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇത് ബേ ഓഫ് ബംഗാളിൽ ചെന്ന് പതിയത്തുള്ളൂ. ചില ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ഡയറക്റ്റായിട്ട് ബേ ഓഫ് ബംഗാളിൽ പതിയത്തില്ല, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരാളുടെ കയറി ബേ ഓഫ് ബംഗാളിൽ പതിയുമായിരിക്കും. ആൻഡ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഇവരെന്ത് ക്രിയേറ്റ് ചെയ്യോടാ? ഇവരാണ് എന്ത് ക്രിയേറ്റ്? ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യും. എന്തുകൊണ്ട് ഇവർ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവരെന്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് പഠിപ്പിച്ചായിരുന്നു. ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ട്. നമുക്ക് ഇതിനെ ഇങ്ങനെ പൊക്കി നോക്കുന്ന സമയത്ത് ഒരു ചെറിയ സ്ലോപ്പ് ഉണ്ട്. അപ്പോൾ ഭൂരിഭാഗം ആൾക്കാരും എങ്ങോട്ടേ പോവുള്ളൂ? റൈറ്റിലോട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഡെൽറ്റാസും ഇവിടെ എസ്റ്റുറീസും ഉണ്ടാകാനുള്ള കാരണമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പറയുവാണ് ഞാൻ ഇപ്പം. ഓക്കെ, സോ നമുക്ക് അധികം ഡിലേ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം? സെഷൻ സ്റ്റാർട്ട് ചെയ്ത് സാധനത്തിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, സോ എന്താണ് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ഒന്നും ചോദിക്കുന്നില്ല. ആദ്യം നമുക്ക് കുറച്ച് ലിസ്റ്റ്. ആദ്യത്തെ 3 ഇതാ: ദാമോദർ, മഹാനദി, ഗോദാവരി. കാണാപ്പാടം പഠിക്കല്ലേ? കാണാപ്പാടം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിൻ്റെ പേര് മാത്രം അറിയുക, പേര് മാത്രം. ഞാൻ പഠിപ്പിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല. മറന്നാലും നിങ്ങൾക്ക് നിങ്ങളെ നോട്ട് നോക്കുമ്പോൾ ടബയെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. സോ ബി കോൺഫിഡൻറ്റ് വിത്ത് മീ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ദാമോദർ ആണ്. സോ ദാമോദറിൻ്റെ ഒറിജിൻ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ആണ്. അപ്പോൾ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞ ഏകദേശം ജാർഖണ്ഡിൽ ഇവിടെ ഈ ഒരു ഭാഗത്തൊക്കെ റഫ് ഐഡിയ ആണ് വന്നു, ജാർഖണ്ഡിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ പഠിക്കുന്നത് ഈസ്റ്റ് ഫ്ലോയിങ് റിവർ ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നദി എങ്ങോട്ടേ പോവുള്ളൂ? ബേ ഓഫ് ബംഗാളിലോട്ടല്ലേ പോവുള്ളൂ. ഇവിടെ ഉണ്ടാകുന്ന വെള്ളം ബേ ഓഫ് ബംഗാളിലല്ലേ പോവുള്ളൂ. അതെ, ഹൂഗ്ലി റിവർ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്താ ഹൂഗ്ലി റിവർ സിസ്റ്റം? ഇന്നലെ പഠിപ്പിച്ചായിരുന്നു. ഇന്നലത്തെ സെഷൻ കാണാത്തവർ എടുത്ത് നോക്കുക. സോ ഹൂഗ്ലി ആക്ച്വലി ഇവിടെ ഇങ്ങനെ വരുമായിരിക്കും, ഇങ്ങനെ പോവുമായിരിക്കും ഹൂഗ്ലി. ഈ ഹൂഗ്ലിയുടെ കൂടെ ആര് ജോയിൻ ആവും? നമ്മുടെ ദാമോദർ ജോയിൻ ആയിട്ടാണ് ഇവിടെ ചേരുന്നത്, ബേ ഓഫ് ബംഗാളിൽ ചേരുന്നത്. ഓക്കെ, ഞാൻ പറയുന്നതിൽ എവിടെയെങ്കിലും കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിക്കുക. വരയ്ക്കുന്നത് എത്രമാത്രം ക്ലിയർ ആണെന്ന് എനിക്ക് ക്ലിയർ ആണ്, നിങ്ങൾക്ക് ക്ലിയർ ആണോന്ന് അറിയില്ല. അതുകൊണ്ടാണ് പറയുന്നത്. സൂം ചെയ്ത് നോക്കുക ക്ലിയർ അല്ല എങ്കിൽ. ഓക്കെ, കാരണം മാപ്പ് ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു ലിമിറ്റ് ഉണ്ടോ, അതുകൊണ്ടാണ്. അടുത്ത് ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് 3 ഓർത്ത് വെച്ചിരുന്നാൽ മതി: ബൊക്കാരോ, ബറാക്ക, കൊണാർ. ഇതിന് ഭയങ്കര വലിയ കോഡൊന്നും ഇല്ല. നമുക്കാണെങ്കിൽ കോഡ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരിക്കലും ഒരു കമൻറ്റ് വന്നാലും സാറേ കോഡിൻ്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ പിള്ളേരെടുത്ത് പറയുന്നത് സാറേ കോഡ് വേണ്ട, കാരണം പിന്നെ കോഡ് ഓർത്തെടുക്കാനും വേറെ കോഡ് വേണം എന്നാണ് പിള്ളേർ പറയുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കോഡ് ഇടുന്നില്ല. ട്രിബ്യൂട്ടറീസ് നിങ്ങൾ ജസ്റ്റ് പഠിച്ചാൽ മതി. പക്ഷേ ഇതിൻ്റെ പാത്ത് വേ എന്ത് ചെയ്യരുത്? പാത്ത് വേയും ഒറിജിനും ഇത് കാണാപ്പാടം പഠിക്കരുത്, പഠിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ മാപ്പ് വെച്ച് 1 by 1 സമയം എടുത്ത് പറഞ്ഞാൽ പോകുന്നത്, വിഷ്വലൈസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ മറക്കത്തില്ല. ഓക്കെ, സോ ഇതിൻ്റെ ട്രിബ്യൂട്ടറീസ് ആരൊക്കെയാണ്? ബൊക്കാരോ, ബറാക്ക, കൊണാർ. ഓക്കെ ആണോ? അടുത്ത് നമ്മൾ വരാൻ പോകുന്നത് മഹാനദിയിലോട്ടാണ്. സോ മഹാനദിയുടെ ഒറിജിൻ സിഹാവ ഹിൽസ് ഇൻ ഛത്തീസ്ഗഡ്. സോ നമുക്ക് ഛത്തീസ്ഗഡ് നോക്കാം. ഛത്തീസ്ഗഡിലെ സിഹാവ ഹിൽസ് ഏകദേശം റഫ് ഐഡിയ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ട് വരും.
ഇങ്ങനെ വന്നിട്ട് എങ്ങോട്ടായിരിക്കും ഒഴുകി പോകുന്നത്? ഒബ്വിയസ്ലി ഇങ്ങോട്ടല്ല ഒഴുകി പോകുന്നത്, ഒബ്വിയസ്ലി ഇങ്ങോട്ടായിരിക്കും ഒഴുകി പോകുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് എന്ന് വെച്ചാൽ പാത്താണ് ഉദ്ദേശിക്കുന്നത്, ഫ്ലോസ് ത്രൂ അതാണ് ഉദ്ദേശിച്ചത്. ഛത്തീസ്ഗഡ് ഒയിഡിഷ് അല്ലടാ, ടൈപ്പിംഗ് എററായിപ്പോയി, ഒഡീഷ. ഇതിന്റെ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ടെൽ, ജോങ് ആൻഡ് ഓങ്. ഓക്കെ, കോഡ് നമുക്ക് അവസാനം ചിന്തിക്കാടാ. സെഷൻ ലാസ്റ്റ് സാധനം പറയല്ലോ, അത് തിരിച്ചു വന്നിട്ട് ആലോചിച്ച് ഞാൻ കോഡ് ഉണ്ടാക്കി പറയാം. ഇപ്പം നമുക്ക് പഠിക്കാൻ പെട്ടെന്ന് പടപെടാം, നമുക്ക് ട്രിബ്യൂട്ടറീസും ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, സോ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ടെൽ, ജോങ്, ഓങ്. ഇത്രയാണ് നമ്മൾ ട്രിബ്യൂട്ടറീസ്. ആരുടെ? ഇത്ര അല്ലടെ, ഇനിയും ഉണ്ട്. ബട്ട് നമുക്ക് എല്ലാം പഠിച്ചാൽ എത്ര വേണോ പഠിക്കാം നമുക്ക്. പക്ഷെ പഠിച്ച സാധനം റിവൈസ് അല്ല റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എക്സാം സമയത്ത്, അതിലാണ് കാര്യം. അപ്പോൾ മാക്സിമം കൺസൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. കാരണം ഇതൊക്കെ കുറച്ച് കണക്റ്റീവാണ്. അതായത് ബൊക്കാരോ, ബരാക്ക, കൊണാർ. ഒരു റൈമിംഗ് ഉണ്ട്, നമുക്ക് ഓർമ്മ ഇരിക്കും. ബൊക്കാരോ, ബരാക്ക, കൊണാർ. മൂന്നോട്ടം പറഞ്ഞാൽ അത് ഓർമ്മയിരിക്കും. ടെൽ, ജോൺ, ഓങ്. ആരുടെ അടുത്ത് പറയാൻ? ജോണിൻ്റെ അടുത്ത് പറയാൻ എന്ത് ഓണാണെന്ന്. എന്ത് ഓണാണെന്ന്? നദി ഓണാണെന്ന്. ജസ്റ്റ് ഒരു ഫണ്ണി ആയിട്ടുള്ള ഭയങ്കര കിടിലും കോഡൊന്നുമല്ല, ബട്ട് യു വിൽ ഗെറ്റ് ദി ഐഡിയ. അടുത്ത ആളാണ് ഗോദാവരി. സോ നമ്മൾ താഴോട്ട് വരുമ്പോൾ മെയിനായിട്ട് 3 പേരാണ്: ഗോദാവരി, കൃഷ്ണ, കാവേരി. ഗോദാവരി, കൃഷ്ണ, കാവേരി. സോ അതിൽ നമ്മൾ ഗോദാവരി നോക്കുകയാണ്. ഗോദാവരിയെ വിളിക്കുന്ന 2 പേരുകളുണ്ട്. ഒന്നെങ്കിൽ വൃദ്ധ ഗംഗ എന്ന് പറയും. വീണ്ടും ടൈപ്പിംഗ് എററാണല്ലോ. ഗംഗ, വൃദ്ധ ഗംഗ. ഓർ ദക്ഷിൺ ഗംഗ എന്നും ആരെ പറയും? ഗോദാവരിനെ പറയും. നമ്മൾ സദേൺ റിവർ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ആര്? ഗോദാവരി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ലോങ്സ്റ്റ് റിവർ, ഇന്ത്യക്കകത്തൊഴുകുന്നതാണ്. ഇന്ത്യക്കകത്തൊഴുകുന്ന 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന റിവർ എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ത്രയംബകേശ്വർ പ്ലാറ്റു, വെസ്റ്റേൺ ഘട്ട്സില. ത്രയംബകേശ്വർ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ ആയിട്ട് വരും. ത്രയംബകേശ്വർ ഇവിടെയാണ് ഒറിജിൻ പോയിന്റ്. വെസ്റ്റേൺ ഘട്ട്സ് ഇവിടെ അല്ലേ? ഇവിടെ നിന്ന് ഒറിജിൻ ആവുന്ന ആള് എങ്ങനെ ഒഴുകുന്നതെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര കയറി, തെലുങ്കാന കയറി, ഛത്തീസ്ഗഡ് വഴി ആന്ധ്രയെ കൂടെ എക്സിറ്റ് അടിക്കും. ശരിയാണെന്ന് ഒന്നുകൂടെ നോക്കാം. വരച്ചത് മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തെലുങ്കാന ആൻഡ് ആന്ധ്ര. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, തെലുങ്കാന, ആന്ധ്ര. ശരിയാണ്. വരയ്ക്കുമ്പോൾ സൂക്ഷിച്ച് വരയ്ക്കുക. ഒരു കാരണവശാലും ഒറീസയെ ടച്ച് ചെയ്യരുത്. നിങ്ങളെ നോട്ടിൽ നിങ്ങളിത് വരയ്ക്കുവാണെങ്കിൽ ഞാൻ പറയുന്നതാണ്, ഒരു കാരണവശാലും ഒറീസയെ ടച്ച് ചെയ്യരുത്. കാരണം ഒഡീഷയിൽ എന്ത് ചെയ്യത്തില്ല, ഇത് കടന്നു പോകുന്നില്ല. മാപ്പ് അത്രയും സൂം ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. സോ ഇതിൽ മനസ്സിലാക്കുക. ഓക്കെ, സോ ഏതിൽ കൂടെയൊക്കെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ എന്തൊക്കെയാ? മഹാരാഷ്ട്രയിൽ ഒറിജിൻ, പിന്നെ മഹാരാഷ്ട്രയുടെ അടുത്ത് തെലുങ്കാന, പിന്നെ ഛത്തീസ്ഗഡ്, പിന്നെ ആന്ധ്രാപ്രദേശ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന എവിടെ കൂടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്ത് പറയാം? മഹാരാഷ്ട്രയിലാണ്. തെലുങ്കാന, മഹാരാഷ്ട്ര നോക്കുമ്പോഴത്തേക്കും ഏകദേശം മഹാരാഷ്ട്രയിലാണ് കൂടുതൽ. ബാക്കിയുള്ളവർ നോക്കുകയാണെങ്കിൽ ഛത്തീസ്ഗഡിൽ കുറവാണ്, അതോടൊപ്പം ആന്ധ്രാപ്രദേശിൽ എന്താ കുറവാണ്. ഓക്കെ, സോ ഇത്രയാണ് മഹാനദി എന്ന് പറയുന്നത്. ഇനി മഹാനദിയിലുള്ള ഗോദാവരിയുടെ ട്രിബ്യൂട്ടറീസിനെ പറ്റി പറയുകയാണെങ്കിൽ പൂൺ റാ അല്ല, പൂർണ്ണയാണ്. ടൈപ്പിംഗ് എററായിപ്പോടെ സ്പീഡ് ടൈപ്പ് ചെയ്തതിൻ്റെ. പൂർണ്ണ, പെൺഗംഗ, ഇന്ദ്രാവതി, വെയിൻഗംഗ, സബരി, മഞ്ചീര, വർധ. ഇത്രയാണ് വരുന്നത്. സോ എന്തൊക്കെ കോഡൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല ഇപ്പോൾ. നമുക്ക് അവസാനം ടൈം ബാക്കി വരികയാണെങ്കിൽ നമുക്ക് കോഡ് ഉണ്ടാക്കാം. എന്തൊക്കെയാ? പൂർണ്ണ, പെൺഗംഗ, ഇന്ദ്രാവതി, വെയിൻഗംഗ, സബരി, മഞ്ചീര, വരദ. ഓക്കെ, എനിക്ക് വേണമായിരുന്നുവെങ്കിൽ എനിക്ക് റിവർ സിസ്റ്റം ഒറ്റ ഇതിലാക്കാമായിരുന്നു. ആക്കാത്ത കാരണം ഭയങ്കര ഒരുപാട് തലയ്ക്കകത്ത് കയറ്റിയതുപോലെ ആയിപ്പോവും. ഒരുപാട് വാരി തിന്നിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ 2 സ്പ്ലിറ്റ് ചെയ്തു. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇതിപ്പോൾ തീരും, കുറച്ച് സമയത്തിൻ്റെ കാര്യമുള്ളൂ. ബട്ട് ഞാൻ എന്തുകൊണ്ട് ഇന്നലത്തെ സെഷനിൽ ഇട്ടില്ല എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് തോന്നും സാർ എന്തായാലും ഇന്നലത്തെ സെഷനിൽ ചേർക്കാത്ത എന്താ? കാരണം നമുക്ക് ബോറടിക്കും. എനിക്കല്ല, നിങ്ങൾക്ക് എന്താ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ടൈം കഴിയുമ്പോഴത്തേക്കും മൈൻഡ് പെട്ടെന്ന് ആ ഫോക്കസ് അങ്ങ് ഷിഫ്റ്റ് ആവും. കാരണം എന്താ, ഹ്യൂമൻ ബ്രെയിനിന് ഒരു ലിമിറ്റഡ് ടൈമിന് ഫോക്കസ് കിട്ടത്തുള്ളൂ. പിന്നെ റീസെറ്റ്, ഒരു 5 മിനിറ്റ് റീസെറ്റ് ടൈം ഉണ്ട്, റീബൗണ്ട് ടൈം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫോക്കസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ വരാം. ദാമോദർ. ഇനി മാപ്പ് എല്ലാം മനസ്സിൽ കൊണ്ടുവന്നോ. ദാമോദറിന്റെ ഒറിജിൻ എവിടെ? എനിക്ക് കാണാം അല്ലേ? ബൈ ദ വേ, യെസ്, എനിക്ക് കാണാം. പോട്ടെ, മാപ്പ് എടുക്കാം. ദാമോദറിന്റെ ഒറിജിൻ എവിടെയെന്നാണ് ഞാൻ പറഞ്ഞത്? ജാർഖണ്ഡിലെ ചോട്ടാ നാഗ്പൂർ പ്ലാറ്റു ആണ്. അവിടെ നിന്ന് ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ ഒഴുകി ഹൂഗ്ലി ടച്ച് ചെയ്താണ് ബേ ഓഫ് ബംഗാളിൽ പോകുന്നത്.
പിന്നെ അടുത്ത് നമ്മൾ ആരാ പഠിച്ചത്? നമ്മൾ അടുത്ത് പഠിച്ചത് മഹാനദിയെ പറ്റിയാണ്. മഹാനദിയുടെ ഒറിജിൻ എവിടെയാ? ഛത്തീസ്ഗഡിൽ എവിടെയായിരുന്നു? ഛത്തീസ്ഗഡിലെ സിഹാവ ഹിൽസിലാണ് എന്ത് വരുന്നത്? നമ്മുടെ മഹാനദിയുടെ ഒറിജിൻ വരുന്നത്. ഛത്തീസ്ഗഡിന് ശേഷം ഒറീസ ടച്ച് എന്ത് ചെയ്യുന്നു? പോകുന്നു. ഗോദാവരിയുടെ ഒറിജിൻ വെസ്റ്റേൺ ഘട്ട്സിലുള്ള ത്രംബകേശ്വർ ഹിൽസിലുള്ള ത്രംബകേശ്വർ ഹിൽസ് മഹാരാഷ്ട്രയിൽ പെടുന്നു. അത് അവിടെ നിന്ന് ഒഴുകി മഹാരാഷ്ട്ര, തെലങ്കാന, ഛത്തീസ്ഗഡ് ആൻഡ് ആന്ധ്രാപ്രദേശ് ഇതുവഴി ഒഴുകി പോകുന്നു. ഇതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള എത്ര റിവേഴ്സറാ? 3 റിവേഴ്സ്. ഇനി അടുത്ത 3 റിവേഴ്സ് ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ എന്തായി? തീർന്നു. ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയ സെഷനാണ്. കൃഷ്ണ, ഞാൻ പറഞ്ഞു ഗോദാവരി, കൃഷ്ണ, കാവേരി ഓർഡർ. ഗോദാവരി സൗത്തിൽ ഗോദാവരി ഏറ്റവും വലുതാണ്. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വരുന്നതാണ് ആരെന്ന് പറയുന്നത്? കൃഷ്ണ. കൃഷ്ണ എന്ന് പറയുന്നത് സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ഓഫ് സൗത്ത് ഇന്ത്യ ആണ്. ഇതിന്റെ ഒറിജിൻ എവിടെയാ? ഇതിന്റെ ഒറിജിനും വെസ്റ്റേൺ ഗട്ട്സിലുള്ള മഹാബലേശ്വറിലാണ്. വെസ്റ്റേൺ ഗട്ട്സിലുള്ള മഹാബലേശ്വർ. തൊട്ടപ്പുറത്ത് ഒരു എക്സ്ട്രാ ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ പറയാം. അല്ലെങ്കിൽ വേണ്ട, അടുത്ത മാപ്പിൽ പറയാൻ കൺഫ്യൂഷൻ ആയാലോ. ഇതിന്റെ ഫ്ലോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറിജിൻ ആവുന്നു. റഫ് ഐഡിയ. ഇവിടെ ഒറിജിൻ ആവുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ കർണാടക കയറി തെലങ്കാന, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. Let me confirm that. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന. ഇവിടെ എന്തില്ലടാ? ഛത്തീസ്ഗഡ് കൂടെ പോകുന്നില്ല. ഛത്തീസ്ഗഡ് കൂടെ പോകുന്നില്ല. അപ്പം എങ്ങനെയാ? മഹാരാഷ്ട്ര, തെലങ്കാന, കർണാടക വരച്ചില്ലല്ലോ. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന ആൻഡ് ആന്ധ്രാപ്രദേശ്. ഇങ്ങനെ തന്നെ പോകണമെന്ന് ഒരു നിർബന്ധം ഇല്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു റഫ് ഐഡിയയിൽ വരച്ചതാ. ഇതാണ് പാത്ത് ഫോളോ ചെയ്യുന്നതെന്ന്. ഓക്കെ, രണ്ടുപേരും തിരിഞ്ഞു പോരുത്. അറിയാണ്ട് ചിലപ്പോൾ നമ്മൾ ഛത്തീസ്ഗഡ് ഇൻക്ലൂഡ് ചെയ്ത് കളയാം. എനിക്കിപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് പോലെ. സോ ബി കെയർഫുൾ. ഓക്കെ, സോ ആരൊക്കെയാണ് ഇവരുടെ ട്രിബ്യൂട്ടറീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭീമ, തുംഗഭദ്ര, ഘട്ടപ്രഭ, മാലപ്രഭ, മൂസി, കോയന ആൻഡ് ദൂത് ഗംഗ. ഗംഗ എന്ന പേര് ഇഷ്ടംപോലെ സ്ഥലത്ത് ട്രിബ്യൂട്ടറി ആയിട്ട് ഗംഗ എന്ന സർനെയിം മിക്ക സ്ഥലങ്ങളിലും ട്രിബ്യൂട്ടറീസ് ആയിട്ട് വരുന്നുണ്ട്. ഡോണ്ട് തിങ്ക് ദാറ്റ് ഗംഗ വരുന്നവർ എന്താണെന്ന് ഗോദാവരിയാണെന്ന് വിചാരില്ല. കാരണം ഗോദാവരിയിൽ ഒരുപാട് ഗംഗയുണ്ട്. പെൺഗംഗ, വെയിൻ ഗംഗ ഉണ്ട്. സോ അങ്ങനെ ചിന്തിച്ചു വയ്ക്കരുത്. കാരണം ഇവിടെ എന്തുണ്ട്? ദൂത് ഗംഗയുണ്ട്. ഓക്കെ, അല്ല ഇതിന് വേണ്ട. ശരി, ഇത്ര ഓക്കെ ആണല്ലോ. ഇനി അതിനുശേഷം വരുന്നത് പെന്നാറാണ്. പെന്നാർ റിവർ. പെന്നാർ റിവർ എവിടെയാണെന്നാണ് പറയുന്നത്? നന്ദി ഹിൽസ്, കർണാടക. കർണാടകയിലുള്ള നന്ദി ഹിൽസിലാണ്. അപ്പോൾ ഇവിടെ വരെ ഏകദേശം ഇവിടെ നിന്ന് കർണാടക ടു ആന്ധ്ര വഴി കയറി എക്സിറ്റ് അടിക്കുന്നു. ഐ ബിലീവ് ഐ ആം കറക്റ്റ്. ഞാൻ ട്രിബ്യൂട്ടറി പോകുന്ന വഴി എഴുതിയില്ലായിരുന്നു, കുഴപ്പമില്ല. ഞാൻ അവിടെ പറഞ്ഞ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പറയുക. എൻ്റെ വിശ്വാസത്തിൽ ഞാൻ പഠിച്ചതിൽ കർണാടക ടു ആന്ധ്ര എന്നാണ് വരുന്നത്. ഓക്കെ, ശരി. അടുത്ത് കാവേരി. കാവേരി ഈസ് ഓൾസോ കോൾഡ് വാട്ട്? സൗത്ത് ഗംഗ, അല്ലെങ്കിൽ ഗംഗ ഓഫ് ദ സൗത്ത് എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഒറിജിൻ എവിടെയാ? ബ്രഹ്മഗിരി ഹിൽസ്, കൊടഗു, കർണാടക. ഇത് എവിടെയാ? കർണാടകയിലുള്ള കൊടഗു എന്ന് പറയുന്ന ഹിൽസിലാണ് ആരുടെ ഒറിജിൻ എന്ന് പറയുന്നത്? കാവേരി. ആൻഡ് കാവേരി എങ്ങനെ ഒഴുകുന്നത്? കാവേരി ഇങ്ങനെയാണ് ഒഴുകുന്നത്. കർണാടക ടു തമിഴ്നാടു. കർണാടക വഴി തമിഴ്നാട് കയറി പോകുന്നു. ആൻഡ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മിക്ക ട്രിബ്യൂട്ടറീസും ഇതിലോട്ടാണ് പോയി ജോയിൻ ആവുന്നത്. പെരിയാറൊക്കെ ഇതിലോട്ടാണ് ജോയിൻ ആവുന്നത്. ആം ഐ ക്ലിയർ? മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഈ വരുന്ന 24 ഒക്ടോബറിൽ 7 മണിക്ക് നമ്മുടെ വെള്ളിയാഴ്ച പ്രണവ് സാറിൻ്റെ ഒരു ബിഗിനേഴ്സ് ഗൈഡ് ഉണ്ട്. ബാങ്ക് എക്സാം പ്രിപ്പറേഷൻ്റെ വെബിനാറാണ്. സൂം വഴി മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. എക്സാം പാറ്റേൺ എങ്ങനെയാണ് എക്സാമിന് വരുന്നത് അതിനെപ്പറ്റിയുള്ള ഒരു ക്ലാസ്സാണ് പ്രണവ് സാറിൻ്റെ. സോ എല്ലാവരും ജോയിൻ ചെയ്യുക. ഒരു യൂസ്ഫുൾ ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഞാൻ ഇത്ര നേരം പറഞ്ഞത്
ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആയിരുന്നു, അതായത് ഈസ്റ്റിൽ കൂടെ ഒഴുകുന്ന റിവേഴ്സ് ആയിരുന്നു. നമുക്ക് കൂടുതൽ ഈസ്റ്റിൽ കൂടെ ഒഴുകുന്ന റിവേഴ്സ് ആണ് ഉള്ളത്, കാരണം ബിക്കോസ് ഓഫ് ദ സ്ലോപ്പ് ഓഫ് ദി പ്ലാറ്റ്യൂ ഓഫ് ഇന്ത്യ. ഇനി നമുക്കുള്ള വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്. ആൻഡ് വെസ്റ്റ് ഫ്ലോയിങ് റിവർ നമുക്ക് കുറച്ചേ ഉള്ളൂ, 4 പേരെ എങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നോക്കാം ആരൊക്കെയാണെന്ന്. 1 2 3 4 4 പേര്. ഞാൻ പറഞ്ഞില്ലേ 4 പേര് മാത്രമേ ഉള്ളൂ. ആരൊക്കെയാണ് നമുക്ക് ഒന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ലൂണി. വിളിക്കുന്ന വേറൊരു പേര് ലാവണവരി എന്നും വിളിക്കും. ലാവണവരി എന്നും വിളിക്കും. ഒറിജിൻ എവിടെയാ? നാഗ് പഹർ അല്ലെങ്കിൽ നാഗ് ഹിൽസ്. പഹറിനെ പർവ്വതമൊന്നും വേണമെങ്കിൽ പറയാം, നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ഓർത്തിരിക്കാണ്ട് എന്തും പറയാം. ലൂണി എവിടെ ഉണ്ടാകുന്ന? നാഗ് ഹിൽസ് ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലാണ് ഉണ്ടാകുന്നത്. സോ മാപ്പിൽ രാജസ്ഥാൻ ഇതാണെങ്കിൽ ഈ ഏകദേശം റഫ് ഐഡിയ ആണ്, അതെല്ലാം റഫ് ഐഡിയ ആണ്. ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ ഇറങ്ങി ഗുജറാത്ത് വഴി ഇങ്ങനെ അങ്ങ് പോകും. ലൂണി ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അയ്യോ മോശമായി ലൂണി. സോ രാജസ്ഥാൻ ആൻഡ് ഗുജറാത്തിൽ കൂടെയാണ് ഇത് ഫ്ലോ ചെയ്യുന്നത്. ട്രിബ്യൂട്ടറീസ് പഠിക്കേണ്ട, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാഹി എന്ന് പറയുന്നത് കാരണം ഇത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 വട്ടം എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒറിജിൻ എവിടെയാ? വിന്ധ്യ മൗണ്ടൻസ് ആണ്. എവിടെയാ വിന്ധ്യ മൗണ്ടൻസ് വരുന്നത്? നിങ്ങൾക്ക് പഠിപ്പിച്ചായിരുന്നു. വിന്ധ്യ പിന്നെ സത്പുര. വിന്ധ്യ സത്പുര ഞാൻ പഠിപ്പിച്ചായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. പഠിപ്പിച്ചായിരുന്നു. ഇതില് വിന്ധ്യ റേഞ്ചിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വിന്ധ്യ റേഞ്ചിൽ നിന്ന് ഉണ്ടാവുന്നത് പറയുമ്പോൾ അതാ ഇവിടെ ഈ മധ്യപ്രദേശിന്റെ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി രാജസ്ഥാൻ വഴി കയറി ഗുജറാത്ത് വഴി കയറി എക്സിറ്റ് അടിക്കുന്നു. ആരാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്? ഇനി ഐഡിയ എന്നല്ല. ആരെയാണ് ഞാൻ പറഞ്ഞത്? മാഹിനെയാണ് ഞാൻ പറഞ്ഞത്. മാഹിനെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് നർമ്മദ ചിന്തിച്ചു, അറിയാണ്ട് തിരിഞ്ഞു പോയി, എനിക്ക് കുഴപ്പമില്ല. മാഹിയുടെ ഒറിജിൻ വിന്ധ്യ മൗണ്ടൻസിലാണ്. വിന്ധ്യ മൗണ്ടൻസ്. അടുത്ത് വരുന്നത് നർമ്മദയാണ്. നർമ്മദ ഗംഗ ഓഫ് ദ, രണ്ടിടത്ത് നർമ്മദ ആഡ് ചെയ്തത്. ഗംഗ ഓഫ് ദ സൗത്ത് രണ്ടിടത്ത് പറഞ്ഞോ. 1 സെക്കൻഡ്, ഞാൻ ടൈപ്പ് ചെയ്ത് കയറ്റിയതിൽ ഒരു ചെറിയ എറർ ഉണ്ടടാ. 1 സെക്കൻഡ്. ഇതാണ് ശരി. ഞാൻ അപ്പുറത്ത് ടൈപ്പ് ചെയ്ത് കയറ്റിയപ്പോൾ പറ്റിയതാ. ശരി. അമർകാണ്ടക് പ്ലാറ്റ്യൂ ഇൻ മധ്യപ്രദേശിലാണ് എന്തുണ്ടാവുന്നത്? നർമ്മദ ഒറിജിൻ ആവുന്നത്. അമർകാണ്ടക് പ്ലാറ്റ്യൂ എവിടത്തെ? മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലാറ്റ്യൂലാണ് ഉണ്ടാകുന്നത്. മധ്യപ്രദേശിലെ അമർകാണ്ടക് പ്ലാറ്റ്യൂലാണ് ഉണ്ടാവുന്നതെങ്കിൽ ഏകദേശം ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവണമെന്ന് വിചാരിക്കും. ഒറിജിൻ അവിടെയാണെന്ന് വിചാരിക്കും. അങ്ങനെ എവിടെ കൂടെ ഒഴുകും? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. മധ്യപ്രദേശ് ഇതാ കിടക്കുന്നു, മഹാരാഷ്ട്ര ഇതാ കിടക്കുന്നു, ഗുജറാത്ത് ഞാൻ വേറെ പെന്നിട്ട് വരയ്ക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഇവിടെ ഒഴുകുന്നു, മധ്യപ്രദേശ് കയറുന്നു, മഹാരാഷ്ട്ര ഗുജറാത്ത് വഴി എക്സിറ്റ് അടിക്കുന്നു. ആരെന്ന് ചോദിച്ചാൽ അമർകാണ്ടക് പ്ലാറ്റ്യൂ. സോറി, അമർകാണ്ടക് പ്ലാറ്റ്യൂ അല്ല, നർമ്മദ റിവർ ആണ് അമർകാണ്ടക് പ്ലാറ്റ്യൂ വഴി എന്ത് ചെയ്യുന്നത്? ഒറിജിൻ ആവുന്നത്. ലാസ്റ്റ് വൺ താപ്തി. എടാ ട്രിബ്യൂട്ടറീസ് ഇഞ്ചാർ അല്ല, ബഞ്ചാർ. ടൈപ്പിംഗ് കറക്റ്റാ, ബാക്കിയെല്ലാം കറക്റ്റാ. താവ, ഹലോൺ, 3 എണ്ണം. അടുത്തത് താപ്തി. താപ്തിയുടെ ഒറിജിൻ മുൾട്ടായി ഇൻ ബേതുൽ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ്. ഇത് എവിടെയാ? മധ്യപ്രദേശിലാ. അപ്പോൾ കാര്യം ഇതിപ്പോൾ ലാഭായില്ലേ? നമുക്ക് ആരൊക്കെയാ മധ്യപ്രദേശിലുള്ള? 3 പേര്. മാഹി, നർമ്മദ, താപ്തി. ഇവിടെ എഴുതാം. മാഹി, നർമ്മദ, താപ്തി. MNT എന്ന് ഓർത്തിരിക്കുക. മധ്യപ്രദേശിൽ തന്നെ ഒറിജിൻ ആവുന്ന 3 പേര് ഒറ്റ സ്ട്രെച്ച് പഠിക്കാൻ പറ്റും. മാഹി, നർമ്മദ, താപ്തി. ഓർ വേറെ ഫണ്ണി കോഡ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കുക. മധ്യപ്രദേശ് MOH തുടങ്ങുന്നത്. സോ ഇതും MOH തുടങ്ങും. എമ്മിയുടെ തൊട്ടടുത്ത N, പിന്നെ വരെ ലാസ്റ്റ് വൺ താപ്തി. ഓക്കെ. സോ ഒഴുകുന്ന ഏതിലൊക്കെ കൂടെയാ? ഇത് ഒറിജിൻ ആവുന്നത് മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് വഴി പോകും. മധ്യപ്രദേശ്, വീണ്ടും മറ്റേ പാത്ത്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്. ഇങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നുകൂടെ റീക്യാപ്പ് അടിക്കാം, അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷനിലേക്ക്. സോ ലൂണി, ഫസ്റ്റ് ഓഫ് ഓൾ
ലൂണിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെയാണെന്ന് ഞാൻ പറഞ്ഞത് നാഗ് ഹിൽസിൽ എന്നാണ് ഞാൻ പറഞ്ഞത്. എവിടെ? നാഗ് ഹിൽസ്. അതെവിടെയാ? രാജസ്ഥാൻ. നിങ്ങൾ നോക്കി പറഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ നോക്കിയാണ് ആലോചിക്കുന്നതിനും മാപ്പ് മനസ്സിൽ കൊണ്ടുവരിക, അതാണ് മെയിൻ ലക്ഷ്യം. ഓക്കെ, പറയുമ്പോൾ മാപ്പ് മനസ്സിൽ കൊണ്ടുവരിക. ഞാൻ അപ്പോഴും അങ്ങനെ ഞാനും പഠിക്കുന്നത്. ഒറിജിൻ എവിടെയാ? നാഗ് പഹർ അല്ലെങ്കിൽ നാഗ് ഹിൽസ്, രാജസ്ഥാൻ. രാജസ്ഥാൻ, ഗുജറാത്തിൻ്റെ മണ്ടയിൽ രാജസ്ഥാൻ കിടക്കുന്നുണ്ട്. രാജസ്ഥാനിൽ നിന്ന് ഒഴുകി ഗുജറാത്ത് വഴി ഇറങ്ങി പോകുന്നു ആര്? ലൂണി എന്ന് പറയുന്ന ആള്. അതിനുശേഷം 3 പേര് മാഹി, നർമ്മദ ആൻഡ് താപ്തി. 3 പേര് എവിടെയാ? മധ്യപ്രദേശ് തന്നെയാണ്. ഇതിൽ മാഹി എന്ത് ചെയ്യുന്നുണ്ട്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിനെ 2 വട്ടം ക്രോസ് ചെയ്യുന്നുണ്ട്. ഇനി മാഹിയുടെ ഒറിജിൻ ഏതാ? വിന്ധ്യ പർവ്വത നിരകളിൽ നിന്നാണ്. എവിടെ കൂടെ ഒഴുകും? മധ്യപ്രദേശ് കയറി, മധ്യപ്രദേശ്, പിന്നെ രാജസ്ഥാൻ, പിന്നെ ഗുജറാത്ത് വഴിയാണ് ആര് പോകുന്നത്? ഇവന് പോകുന്നത്. അവിടെ കൺഫ്യൂഷൻ അടിക്കരുത് ചെറുതായിട്ട്. ഇങ്ങനെ ഇതല്ലേ വിന്ധ്യ, ഇങ്ങനെയല്ലേ പോകുന്നത്, ഇതാ സംഭവം. ഓക്കെ, മധ്യപ്രദേശ്, രാജസ്ഥാൻ ആൻഡ് ഗുജറാത്ത്. ആരാണ് ഞാൻ പറയുന്നത്? മാഹിനെയാണ് പറയുന്നത്. ഒറിജിൻ ഏതാ? വിന്ധ്യയാണ്. അതിനുശേഷം നർമ്മദ വരുന്നുണ്ട്. നർമ്മദ ഏത്? അമർകാണ്ടക് പ്ലാറ്റ്യൂ ആണ്. അമർകാണ്ടക് പ്ലാറ്റ്യൂ എന്ന് വരുന്ന യവൻ ആദ്യം ഒഴുകുന്ന ഏതിൽ കൂടെ ആയിരിക്കും? മധ്യപ്രദേശ് ആയിരിക്കും. പിന്നെ മഹാരാഷ്ട്ര വരുന്നുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ വരുന്നത് ഗുജറാത്താണ്. ഇവൻ്റെ ഒറിജിനൽ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് ബഞ്ചാർ, താവ ആൻഡ് ഹലോൺ. 3 പേരാണ് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ താപ്തിയാണ്. താപ്തിയുടെ ഒറിജിൻ എവിടെയാ? മുൾട്ടായ് ഇൻ ബേത്തൽ ഡിസ്ട്രിക്ട് ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൽ ഉണ്ടാവുന്നു. അപ്പോൾ എങ്ങനെ പോകും? മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്. ഓക്കെ, മനസ്സിലാ? മാപ്പ് 11 വിശ്വസിക്കുന്നു. ഇനി ഞാൻ എന്തെങ്കിലും പോയിന്റ് വിട്ടിട്ടുണ്ടെങ്കിൽ അത് PYQs വഴി, ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻസിന് ആ സ്റ്റേറ്റ്മെന്റ് വൈസ് 1 വേർഡ് വൈസ് കൊണ്ടുവരണമെന്ന് എടുത്ത് കുട്ടികൾ പറഞ്ഞായിരുന്നു. ഇത്തവണ എന്താണ് ഞാൻ 1 വേർഡ് കൊണ്ടുവന്നിട്ടില്ല. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു പിള്ളേർ 1 വേർഡ് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ഇന്നും കൂടെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ ക്ലാസ്സോട് ഞാൻ എക്സ്ട്രാ കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസും കൂടെ എന്ത് ചെയ്യാം? കൊണ്ടുവരാം. കാരണം സ്റ്റേറ്റ്മെന്റിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തിരുത്തും. അതിപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, നമുക്ക് അറിയാത്ത ഫാക്റ്റ് ആണെങ്കിൽ എക്സ്ട്രാ പോയിന്റ് ആയി. അതിനാണ് സ്റ്റേറ്റ്മെന്റ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. പല 1 വേർഡ് ആണെങ്കിൽ അതാണ് നിങ്ങൾക്ക് കംഫർട്ട്, അതാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ട് നമുക്കത് ചെയ്യാം. ഓക്കെ, സോ ഇതെല്ലാം മാപ്പെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് നോക്കുക. ഓക്കെ, ഞാൻ മാക്സിമം സ്ലോയിലാണ് പോകുന്നത്. ആൻഡ് എവിടെയെങ്കിലും ഞാൻ പറഞ്ഞ എന്തെങ്കിലും ഒരു തിരുത്തുണ്ടെങ്കിൽ അതും പറയുക, കമൻറ്റ് ഇടുക. ഓക്കെ, എനിക്കും തിരുത്താൻ വേണ്ടിയാണ്. ശരി, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അബൌട്ട് ഗോദാവരി റിവർ. ഗോദാവരി റിവറിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ കിടക്കുന്നത്. ചെയ്ത് നോക്കുക. ഞാൻ നാസിക്കിൻ്റെ സ്പെല്ലിംഗ് അടിച്ചിരിക്കുന്ന ഒന്ന് കറക്റ്റാണോ നോക്കിക്കോട്ടെ. ഒരു സെക്കൻഡ്, ഞാൻ അറിയാണ്ട് ബാക്ക് സ്പേസ് അടിച്ച് നെറ്റ് ലേശം സ്ലോ. വെയിറ്റ്. യെസ്, നാസിക്ക് അതാ കെ ആണ്. കെ. ശരി, നമുക്കൊന്നതായിട്ട് നോക്കാം. ഒന്നൊന്നായിട്ട് നമുക്ക് നോക്കാം. ശരി, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഓഫ് പെനിൻസുലർ ഇന്ത്യ. ശരിയാണ്. ഒറിജിനേറ്റ്സ് ഫ്രം ദി വെസ്റ്റേൺ ഗട്ട്സ് നിയർ നാസിക്. യെസ്, കറക്റ്റ് ആണ്. ത്രയംബകേശ്വറിൽ ഉണ്ടാകുന്നത്, നാസിക് അതിൻ്റെ അടുത്തുണ്ട്. ഓക്കെ, ശരിയാണ്. ഫ്ലോസ് ഈസ്റ്റ് വേർഡ്. ഈസ്റ്റ് വേർഡ് ആണോ ഫ്ലോ ആവുന്നത്? അത് ഈസ്റ്റ് വേർഡ് ആണ് സാർ ഫ്ലോ ആവുന്നത്. ശരിയാണ്. പക്ഷെ അറേബ്യൻ സീലാണോ പോകുന്നത്? അല്ലല്ലോ, ബേ ഓഫ് ബംഗാളിലല്ലേ. സോ ഇത് തെറ്റാണ്. ഓപ്ഷൻ 3 തെറ്റായിട്ടുള്ള ആരൊക്കെയുണ്ട്? ഓപ്ഷൻ 3 യവൻ ഉണ്ട്, യവനുണ്ട്, യവനുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ നമ്പർ 2 ആണ് ആൻസർ നമ്മുടെ ഇവിടുത്തെ. ഓക്കെ, ഇതിൽ പുതുതായിട്ടുള്ള പോയിന്റ് അതാ ഞാൻ പറഞ്ഞത്.
വെസ്റ്റേൺ ഗട്ട്സ് നിയർ നാസിക്. വെസ്റ്റേൺ ഗട്ട്സിൽ എവിടെയാ ത്രയംബകേശ്വറിൽ ഉണ്ടാവുന്നത്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൃഷ്ണ റിവർ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ചെയ്തോക്കെ. റൈറ്റ് ബാങ്ക് എന്നും ലെഫ്റ്റ് ബാങ്ക് എന്നും ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് ക്ലിയർ ചെയ്ത് പോകാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഒറിജിനേറ്റ് നിയർ മഹാബലേശ്വർ ഇൻ മഹാരാഷ്ട്ര ആണോ? അതെ, ആണ് സർ. മഹാബലേശ്വരം ഇൻ മഹാരാഷ്ട്രയിലാണ് ഉണ്ടാവുന്നത്. ഭീമ ആൻഡ് തുംഗഭദ്ര ആർ റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ്. ശരി ഉത്തരമാണ്, രണ്ട് ശരിയാണ്. ഡ്രെയിൻസ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. ഗോദാവരി, കൃഷ്ണ. അതെ, ബേ ഓഫ് ബംഗാളിലാണ് പോകുന്നത്. കൃഷ്ണ റിവർ ഫോംസ് ദി ബൗണ്ടറി ബിറ്റ്വീൻ മഹാരാഷ്ട്ര ആൻഡ് ഗോവ. അല്ല, ഇങ്ങനത്തെ ഒരു പോയിന്റ് ഇതിനില്ല. ആൻസർ എന്ന് പറയുന്നത് 1, 2, 3 ഓപ്ഷൻ എ ആണ്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഇമ്പോർട്ടൻ്റ്. ഏത് രണ്ടുപേരുമാണ്? ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് അറിഞ്ഞിരിക്കുക. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത് മൂസിയാണ്. മൂസി. ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് മൂസിയാണ്. പിന്നെ ഒരാളും കൂടെ ആയിരുന്നു ഭീമ. മേജർ ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ആണ് ഈ രണ്ട് പേർ എന്ന് പറയുന്നത്. അടുത്താരാ? കാവേരി റിവറിനെ പറ്റിയാ. ട്രൈ ചെയ്തേ. കാവേരി റിവർ. ശരി, നോക്കാം. അധികം ലാഗ് അടിപ്പിക്കുന്നതിൽ ഒരുപാട് സമയം പോകുന്നല്ലോ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് ആൻസർ നോക്കുന്നുണ്ട്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ബ്രഹ്മഗിരി ഹിൽസ് ആണോ? അതെ, ബ്രഹ്മഗിരി ഹിൽസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ശരിയാണ്. ദ മേട്ടൂർ ഡാം ഈസ് ബിൽഡ് ഓൺ ദിസ് റിവർ. മേട്ടൂർ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ റിവറിന്റെ മണ്ടയിലാണ്. അതേ ആണ്. ഞാൻ ഡാമിനെ സെപ്പറേറ്റ് നോക്കാം. നമുക്ക് ഫോംസ് എ ഡെൽറ്റ നോൺ ആസ് ഗാർഡൻ ഓഫ് സൗത്ത് ഇന്ത്യ. ദാറ്റ്സ് എ വെരി ഗുഡ് ആൻഡ് എ ന്യൂ പോയിന്റ് ഫോർ അസ്. ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് ഞാനാണ്. ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയാത്ത ഒരു നല്ലൊരു പോയിന്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫ്ലോസ് ഇൻ ടു അറേബ്യൻ സീ. അറേബ്യൻ സീയിലാണോ കാവേരി പോകുന്നത്? ബേ ഓഫ് ബംഗാളല്ലേ? അപ്പോൾ 4 തെറ്റായിട്ട് വരുന്ന ഓപ്ഷൻസ് എല്ലാം കളയുക. അപ്പോൾ 4 ഇത് ക്യാൻസൽ, ഇത് ക്യാൻസൽ. അപ്പോൾ പക്ഷെ എന്നിരുന്നാലും ഇതിൻ്റെ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞു. 1, 2, 3 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. സോ കാവേരിയിലുള്ള ഒരു ഡാമിൻ്റെ പേരിട്ട് മേട്ടൂർ ഡാം. അതോടൊപ്പം എന്താ, ഗാർഡൻ ഓഫ് സദേൺ ഇന്ത്യ എന്നും ആരറിയപ്പെടും? ആരെ? കാവേരിനെ. റിഗാർഡിംഗ് ദ മഹാനദി റിവർ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ചെയ്തൊക്കെ. ഞാൻ ഇവിടെ നമ്പറിംഗ് ഇട്ടിട്ടില്ല. നമ്പറിംഗ് അറിയില്ല. 1, 2, 3, 4. സ്പീഡ് ടൈപ്പ് ചെയ്തപ്പോൾ നമ്പറിംഗ് ഇടാൻ ഞാൻ വിട്ടുപോയതാണ്. സോറി. പറഞ്ഞേ. നോക്കാം. It originates in the ദന്തകരണ്യ റീജിയൻ. നിങ്ങൾക്ക് സിഹാവ ഹിൽസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റീജിയൻ ഞാൻ പറഞ്ഞില്ലായിരുന്നല്ലോ. റീജിയൻ എന്ന് പറഞ്ഞാൽ ദന്തകരണ്യ റീജിയൻ തന്നെയാണ്. ശരിയാണ്. ഹിറാക്കുഡ് ഡാം ഇതിന്റെ മണ്ടയിൽ കൺസ്ട്രക്റ്റഡ് ആണ്. ശരി ഉത്തരവാണ്. ഹിറാക്കുഡിന്റെ പ്രത്യേകത കൂടെ നിങ്ങൾ കമന്റ് ചെയ്യണം. ഇറ്റ് ഫ്ലോസ് ത്രൂ മധ്യപ്രദേശ് ആൻഡ് ഒഡീഷ. ചിന്തിച്ചു നോക്കുക. മധ്യപ്രദേശ് ഒഡീഷയാണോ ഒഴുകുന്നത്? മധ്യപ്രദേശും ഒഡീഷയും ആണോ ഇത് ഒഴുകുന്നത്? മധ്യപ്രദേശും ഒഡീഷയും ആണോ ഇതൊഴുകുന്നത്? അല്ലല്ലോ. മഹാനദി എവിടെ ഒറിജിൻ ആവുന്നത്? നമ്മൾ പഠിച്ചു സിഹാവ ഹിൽസിലാണ് ഒറിജിൻ ആവുന്നത്. സിഹാവ ഹിൽസ് ആണെങ്കിൽ ഛത്തീസ്ഗഡ് ഒഡീഷയാണ്. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മധ്യപ്രദേശാണ്. സോ ഓപ്ഷൻ 3 തെറ്റാണ്. ഡ്രെയിൻസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. ശരിയാണ്. ആൻസർ എന്ന് പറയുന്നത് 1, 2 ആൻഡ് 4 ആണ്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
വിത്ത് റെസ്പെക്ട് ടു നർമ്മദ റിവർ കൺസിഡർ ദ ഫോളോയിങ്. ഒന്ന് നേരം വായിച്ചിട്ട് പടപടാ ചെയ്തേ. കാരണം കുറച്ച് സ്പീഡ് കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് തെറ്റുന്നുണ്ട്. പടപടാ ചെയ്തേ. ശരി, നമുക്ക് നോക്കാം. ഇറ്റ് ഫ്ലോസ് വെസ്റ്റ്വേർഡ് ആൻഡ് ഡ്രെയിൻസ് ഇൻ ടു ദി അറേബ്യൻ സീ. ആരാ? നർമ്മദ. വെസ്റ്റ്വേർഡ് ആണ്, നർമ്മദ വെസ്റ്റ്വേർഡ് ആണ് പോകുന്നത്. അടുത്ത് MNT, ഓർമ്മയുണ്ടോ? MNT ഞാൻ പറയുന്നത് മഹാനദി, നർമ്മദ, താപ്തി. ഏത് സ്റ്റേറ്റിലാണ് ഉണ്ടാകുന്നത്? മധ്യപ്രദേശാണ്. ഓക്കെ, സോ വെസ്റ്റ്വേർഡ് ആണ്. സർദാർ സരോവർ ഡാം ഈസ് ബിൽഡ് ഓൺ ദിസ് റിവർ. യെസ്, ശരിയാണ്, സർദാർ സരോവർ ഇതിലാണ്. ഇറ്റ് ഫോംസ് എ ട്രഡീഷണൽ ബൗണ്ടറി ബിറ്റ്വീൻ നോർത്ത് ആൻഡ് സൗത്ത്. യെസ്, ശരി ഉത്തരമാണ്. നർമ്മദ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയുടെ നോർത്ത് നിന്നും സൗത്ത് നിന്നും വേർതിരിച്ച് ഒരു ബൗണ്ടറി ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ബേസിൻ ലൈസ് ബിറ്റ്വീൻ സത്പുര ആൻഡ് വിന്ധ്യ റീജിയൻ. വിന്ധ്യ മണ്ഡലാണെങ്കിൽ സത്പുര താഴെയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ആരൊഴുകുന്നത്? യവൻ ഒഴുകുന്നത്. സോ യെസ്, ദീസ് ആർ ഓൾ കറക്റ്റ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഓക്കെ ആണോ? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് താപ്തി അല്ലെങ്കിൽ താപി റിവർ. ട്രൈ ചെയ്തേ. വായിച്ചോ? ശരി, നമുക്ക് നോക്കാം. ഒറിജിനേറ്റ്സ് ഫ്രം ദി സത്പുര റീജിയൻ ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലെ സത്പുര റീജിയൻ ആണോ? MNT, അതെ, മധ്യപ്രദേശിലാണ്, സത്പുരയിലാണ്. ശരിയാണ്. നർമ്മദ റിവറിന്റെ ഒരു ട്രിബ്യൂട്ടറി ആണ്. നർമ്മദ റിവറിന്റെ ട്രിബ്യൂട്ടറി ആണോ? അല്ലല്ലോ. 1 2 3 1 2 3 4 2 തെറ്റല്ലേ? അപ്പൊ 2 തെറ്റായിട്ടുള്ള ആരൊക്കെ ഉണ്ടാ? 2 ഇതിലുണ്ട്, ഇത് രണ്ടും കട്ട്. അടുത്ത് ഫ്ലോസ് വെസ്റ്റ്വേർഡ് ഇൻ ടു അറേബ്യൻ സീ. യെസ്, 3 ശരിയാണ്. പാസസ് ത്രൂ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത്. ആലോചിച്ചോക്കെ. താപ്തി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. ശരിയാണ്. സോ 1 3 4 ഈസ് ദ റൈറ്റ് ആൻസർ. പെന്നാർ റിവറിനെ പറ്റിയാണ് ട്രൈ ചെയ്തേ. പെന്നാർ റിവറിനെ പറ്റിയാണ് ട്രൈ ചെയ്ത്. ഇറ്റ് ഒറിജിനേറ്റ്സ് ഇൻ ദി നന്ദി ഹിൽസ് ഓഫ് കർണാടക ആണ്. 1 2 3 ആണ്. ഫ്ലോസ് നോർത്ത് വേർഡ്സ് ആൻഡ് ഡ്രെയിൻസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. നോർത്ത് വേർഡ്സ് എന്ന് പറയുമ്പോൾ ശരിയാണ്. പെന്നാർ ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ? ഞാൻ പെന്നാറിൻ്റെ മാപ്പ് വരച്ചത് തെറ്റാണെന്ന് തോന്നുന്നു. ഒരു സെക്കൻഡ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തോട്ടെ. പെന്നാറിന്റെ പാത്വേ, പെന്നാർ പാത്വേ. Let me check. അതെ, ഞാൻ പെന്നാർ എങ്ങനെയാണ് വരച്ചത്? ആക്ച്വലി ഇത് ശരിയാണ്, പെന്നാറിനെ വരച്ച് കാണിച്ചത്. പെന്നാർ നന്ദി ഹിൽസിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇതിന് ഉത്തര പിണകിനി എന്ന് പറയും. ഒറിജിൻ കർണാടകയിലാണ്ട. പക്ഷേ ഞാൻ വരച്ചത് ഇങ്ങനെയായിരുന്നോ അതോ ഇങ്ങനെയായിരുന്നോ? ഇങ്ങനെയാണ് പോകുന്നത്. നോർത്തിൽ കൂടെ പോയിട്ട് ഇങ്ങോട്ട് ഇറങ്ങുള്ളൂ. അപ്പം നോർത്തിലോട്ടാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഡയറക്റ്റ് ഇങ്ങോട്ട് പോകത്തില്ല. ഓക്കെ, ഞാൻ വരച്ചത് തെറ്റാണെന്ന് വിചാരിച്ചു. ശരി തന്നെയാണ് വരച്ചതിന്. ശരിയാണ്. അടുത്തത് ദ സോംസില ഡാം ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ റിവർ. അതെ, സോമസില ഡാം ഇതിലാണ്. തമിഴ്നാട്ടിൽ മാത്രമാണോ ഒഴുകുന്നത്? ഓൺലി തമിഴ്നാട്ടിൽ കൂടെ മാത്രമാണോ? അല്ലല്ലോ, മറ്റേ അപ്പുറത്തും കൂടെ പോകുന്നുണ്ടല്ലോ. ഇവിടെ കൂടെ കർണാടകയിൽ ഒഴുകുന്നില്ലേ? കർണാടക തമിഴ്നാടാണ് പോകുന്നത്. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തേ.
സാബർമതി ഐ ബിലീവ് ഞാൻ അധികം സ്ട്രെസ് കൊടുത്തില്ല പഠിപ്പിച്ചപ്പോൾ. ബട്ട് ഇതിൽ നിന്ന് നമുക്ക് മോസ്റ്റ് ഓഫ് ദ സാധനങ്ങൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഓക്കെ, ശരി. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ആരവല്ലി ഹിൽസ്. യെസ്, ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദി ആരവല്ലി. ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ്, നോർത്ത് സൗത്ത് ഈസ്റ്റ് ഒരു വെസ്റ്റ് ഫ്ലോയിങ് റിവർ ആണ് സാബർമതി എന്നാണ് പറയുന്നത്. ആണോ എന്ന് ചോദിച്ചാൽ അതെ ആണ്, വെസ്റ്റ് ഫ്ലോയിങ് റിവർ തന്നെയാണ് സാബർമതി. യെസ് ആണ്. ഗൾഫ് ഓഫ് കച്ച് പോകത്തില്ലല്ലോ, സാബർമതി താഴെയല്ലേ കിടക്കുന്നത്. സോ തെറ്റ്. 1 2 3 ഇസ് ദ റൈറ്റ് ആൻസർ. 1 2 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി പെരിയാറിനെ പറ്റിയാണ്. ട്രൈ ചെയ്ത പെരിയാറിനെ പറ്റി. It is the longest river in Kerala. അതെ. It originates from the western Ghats. അതെ. Mullaperiyar Dam is built on this. അതെ. It flows into the Bay of Bengal. പെരിയാറോ ഇല്ല. 1 2 3 is the right answer. Subarnarekha river. Which of the following statements are correct? Correct എന്നാ ചോദിക്കുന്നത്, ഇൻകറക്റ്റ് അല്ല. സോ ട്രൈ ചെയ്തേ. നോക്കാം. ഇറ്റ് ഒറിജിനേറ്റ്സ് നിയർ റാഞ്ചി ഇൻ ജാർഖണ്ഡ്. അതെ, സുബർണരേഖ റാഞ്ചിയിലാണ്. സുബർണരേഖ ഞാൻ പറഞ്ഞില്ല, പിന്നെ സാബർമതിയും പറഞ്ഞില്ല. രണ്ടുപേരും ഈ സ്റ്റേറ്റ്മെന്റ് വഴി പഠിച്ചെടുക്കുക. ഓക്കെ, എല്ലാം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. അടുത്ത്, ഇറ്റ് ഫ്ലോസ് ഈസ്റ്റ്വേർഡ്സ് ഇൻ ടു ദ ബേ ഓഫ് ബംഗാൾ. അതെ, ഈസ്റ്റ്വേർഡ്സ് തന്നെയാണ് സുബർണരേഖ പോകുന്നത്. ഫോംസ് പാർട്ട് ഓഫ് ബൗണ്ടറി ബിറ്റ്വീൻ ജാർഖണ്ഡ് ആൻഡ് ഒഡീഷ. അതെ, ജാർഖണ്ഡ് ഒഡീഷ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബൗണ്ടറി ഉണ്ടാക്കുന്നുണ്ട്. ട്രിബ്യൂട്ടറി ഓഫ് മഹാനദി റിവർ അല്ല. ഇറ്റ് ഈസ് നോട്ട് എ ട്രിബ്യൂട്ടറി ഓഫ് മഹാനദി റിവർ. ഇത് എന്തിന്റെ ട്രിബ്യൂട്ടറി ആണോ അതോ ട്രിബ്യൂട്ടറി ആണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ ഈ സെഷൻ ഇത്രയേ ഉള്ളൂ. അധികം വലിച്ചു നീട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഇടയ്ക്ക് ഞാൻ സ്റ്റക്കായി പോയി, റെക്കോർഡിംഗ് സെഷൻ ആയതുകൊണ്ടാണ്. ഞാൻ അപ്പോൾ എൻ്റെ നോട്ട് നോക്കിയാൽ നിങ്ങളത് പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. ഓക്കെ, സോ എന്തൊക്കെ ഇത്രയേ ഉള്ളൂടാ. സോ നെക്സ്റ്റ് സെഷൻ നമുക്ക് കാണാം. റിവർ സിസ്റ്റം എൻ്റെ കഴിവിന് പരമാവധി നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ബട്ട് റെക്കോർഡിംഗ് ആയിപ്പോയത് കൊണ്ട് മാത്രം കുറച്ച് ലിമിറ്റഡ് ആയിപ്പോയി. ബട്ട് ഓവറോൾ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ജിയോഗ്രഫി മാപ്പ് വെച്ച് പഠിക്കാവുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ മനസ്സിലിരുത്തി പഠിക്കാൻ ശ്രമിക്കരുത്. മാപ്പ് വെച്ച് പഠിക്കുക. ഒരു വട്ടം കൂടി വീഡിയോ കാണുക, അല്ലെങ്കിൽ ഒരു വട്ടം കൂടി നിങ്ങൾ നോട്ട് റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഓർമ്മ നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾ മറക്കും. ഓക്കേടാ, സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ താങ്ക് യു ആൻഡ് ഹാപ്പി ദിവാലി. താങ്ക് യു.